നമ്മുടെ ജനനം ഒരു പ്രത്യേക മാസത്തിൽ സംഭവിക്കുന്നത് വെറുമൊരു യാദൃശ്ചികതയാണോ, അതോ പ്രപഞ്ചം നമുക്കായി ഒരുക്കി വെച്ച ഒരു രഹസ്യ സന്ദേശമുണ്ടോ ആ മാസത്തിൽ? ജ്യോതിഷം, ന്യൂമറോളജി, വ്യക്തിത്വ പഠനങ്ങൾ എന്നിവയിലെല്ലാം ഓരോ മാസത്തിലും ജനിക്കുന്നവർക്ക് തനതായ സ്വഭാവ സവിശേഷതകളും ഭാഗ്യഘടകങ്ങളും ഉണ്ടെന്ന് പറയുന്നു. ഇത് കേവലം വിശ്വാസങ്ങൾക്കപ്പുറം പ്രകൃതിയുടെ താളവും കുഞ്ഞുങ്ങളുടെ വളർച്ചയെയും സ്വഭാവ രൂപീകരണത്തെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് ചില ശാസ്ത്ര പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഈ വീഡിയോയിൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസത്തിലും ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ, പ്രത്യേകതകൾ, ഭാഗ്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നു. ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ജനുവരി മാസത്തിൽ ജനിക്കുന്നവർക്ക് പുതുവർഷത്തിന്റെ തുടക്കം പോലെ തന്നെ പുതിയ തുടക്കങ്ങളോടും ലക്ഷ്യങ്ങളോടും വലിയ പ്രതിബദ്ധതയുണ്ടാകും. ഇവർ സാധാരണയായി അച്ചടക്കമുള്ളവരും കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ എന്തു കാര്യത്തിലും ഉറച്ച നിലപാടുകൾ എടുക്കുന്നവരും അത് നേടിയെടുക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നവരുമാണ്. സ്വാഭാവികമായ നേതൃഗുണങ്ങളുള്ളവരും ഉത്തരവാദിത്ത ബോധമുള്ളവരുമാണ്. ഒരു കൂട്ടത്തെ നയിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. പൊതുവെ ഗൗരവക്കാരാണെന്ന് തോന്നാമെങ്കിലും ഇവർക്ക് നല്ല നർമ്മബോധമുണ്ടാകും. അമിതമായി സ്വപ്നം കാണാതെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരാണിവർ. ഉയർന്ന ബുദ്ധിശക്തിയും കാര്യങ്ങളെ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടാകും. സുഹൃത്തുക്കളോടും കുടുംബത്തോടും അതീവ വിശ്വസ്തത പുലർത്തുന്നവരുമാണ്. പ്രത്യേകതകൾ നോക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇവർക്ക് താല്പര്യമുണ്ടാകും. എളുപ്പത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകില്ല. കലാപരമായ കഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പക്വത കാണിക്കും. ചിലപ്പോൾ അമിതമായി വിമർശനാത്മകമായ സമീപനം കാണിക്കാം. കാര്യങ്ങൾ വ്യക്തിപരമായി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫെബ്രുവരിയിൽ ജനിക്കുന്നവർ വളരെ ക്രിയാത്മകരും സഹാനുഭൂതിയുള്ളവരും ഭാവനാശാലികളുമായിരിക്കും. ഇവർ സാധാരണയായി ശാന്ത സ്വഭാവമുള്ളവരും സൗന്ദര്യാത്മക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ കല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതിയോട് പെരുമാറാനും കഴിയും. തനതായ കാഴ്ചപ്പാടുള്ളവരും ആരെയും അന്ധമായി അനുകരിക്കാത്തവരുമാണ്. വളരെ ശാന്തരും സമാധാനപ്രിയരുമായിരിക്കും. കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. നല്ല സുഹൃത്തുക്കളായിരിക്കും എങ്കിലും എല്ലാവരുമായും അടുപ്പം കാണിക്കില്ല. പ്രത്യേകതകൾ നോക്കുമ്പോൾ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവരാണ്. എളുപ്പത്തിൽ വിഷാദത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ചിലപ്പോൾ അമിതമായി ചിന്തിക്കുന്നവരുമായിരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അമിതമായി വൈകാരികമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. പ്രായോഗിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. മാർച്ചിൽ ജനിക്കുന്നവർ വളരെ സംവേദനക്ഷമയുള്ളവരും ദയയുള്ളവരും സ്വപ്നജീവികളുമായിരിക്കും. ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും കലാപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമാണ്. പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെയും വേദനകളെയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ദയയും സ്നേഹവും ഉള്ളവരാണ്. മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറും. സംഗീതം, നൃത്തം, ചിത്രകല തുടങ്ങിയ മേഖലകളിൽ അഭിരുചിയുണ്ടാകും. ഒരുപാട് സ്വപ്നങ്ങളും ഭാവനയും ഉള്ളവരാണ്. ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു ജീവിക്കാൻ താല്പര്യപ്പെടാം. പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരാണ്. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും. പുതിയ സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും. മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ മറ്റുള്ളവർ ഇവരുടെ ദയ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. പ്രായോഗികമായി ചിന്തിക്കാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനും പഠിക്കണം. ഏപ്രിലിൽ ജനിക്കുന്നവർ ധൈര്യശാലികളും സാഹസികരും ഊർജ്ജസ്വലരുമായിരിക്കും. ഇവർ നേതൃത്വ ഗുണമുള്ളവരും എപ്പോഴും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ്. പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ വെല്ലുവിളികളെ നേരിടാൻ മടിയില്ലാത്തവരും ധീരരുമാണ്. എപ്പോഴും ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മറ്റുള്ളവരെ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ളവരാണ്. പുതിയ അനുഭവങ്ങൾക്കും സാഹസിക യാത്രകൾക്കും താല്പര്യമുണ്ടാകും. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഉയർന്ന ആത്മവിശ്വാസമുള്ളവരും സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവരുമാണ്. പ്രത്യേകതകൾ നോക്കുമ്പോൾ ചിലപ്പോൾ അക്ഷമ കാണിക്കാൻ സാധ്യതയുണ്ട്. വേഗത്തിൽ ദേഷ്യം വരുന്ന സ്വഭാവം കാണിക്കാം. നേരിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അമിതമായ ആവേശം ചിലപ്പോൾ പ്രശ്നങ്ങളിൽ കലാശിച്ചേക്കാം. ക്ഷമയും വിട്ടുവീഴ്ചയും ശീലിക്കുന്നത് നന്നായിരിക്കും. മെയ് മാസത്തിൽ ജനിക്കുന്നവർ സ്ഥിരതയുള്ളവരും പ്രായോഗിക ബുദ്ധിയുള്ളവരും സൗന്ദര്യബോധമുള്ളവരുമായിരിക്കും. ഇവർ കലാപരമായ കാര്യങ്ങളിലും പ്രകൃതിയിലും താല്പര്യമുള്ളവരാണ്. പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങളിൽ സ്ഥിരത പുലർത്തുന്നവരും വിശ്വസിക്കാവുന്നവരുമാണ്. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരുമാണ്. കല, സംഗീതം, ഫാഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നല്ല അഭിരുചി ഉണ്ടാകും. കാര്യങ്ങൾ സാവധാനം ചെയ്ത് ബലം കാണുന്നതിൽ വിശ്വസിക്കുന്നവരാണ്. സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും എളുപ്പത്തിൽ മാറ്റാൻ തയ്യാറാകാത്തവരുമാണ്. പ്രിയപ്പെട്ടവരോട് വലിയ അടുപ്പവും സ്നേഹവും കാണിക്കും. ഇവരുടെ പ്രത്യേകതകൾ നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ ശാഠ്യക്കാരായിരിക്കും. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാം. നല്ല രുചികളോടും ആഡംബരത്തോടും താല്പര്യമുണ്ടാകും. വളരെ വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളുമായിരിക്കും. ചിലപ്പോൾ അമിതമായ പിടിവാശി കാരണം അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാൻ പഠിക്കണം. ജൂണിൽ ജനിക്കുന്നവർ നല്ല സംഭാഷണ ശേഷിയുള്ളവരും ആകർഷകമായ വ്യക്തിത്വമുള്ളവരും
ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇവർ സാമൂഹികമായി ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന ബുദ്ധിശാലികളുമായിരിക്കും. പ്രധാന സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായും ആകർഷകമായും അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. ഉയർന്ന ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടാകും. ആളുകളുമായി ഇടപഴകാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. പുതിയ സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും. നല്ല നർമ്മബോധമുള്ളവരും സംഭാഷണ പ്രിയരുമാണ്. ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ട്. ഇരുവശവും ചിന്തിച്ച് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാം. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാവും. പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുന്നത് ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കും. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ജൂലൈ മാസത്തിൽ ജനിക്കുന്നവർ വളരെ വൈകാരികരും സ്നേഹമുള്ളവരും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. ഇവർ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവരും സഹാനുഭൂതിയുള്ളവരുമാണ്. വികാരങ്ങളെ തുറന്നു പ്രകടിപ്പിക്കുന്നവരും അതിതീവ്രമായി കാര്യങ്ങളെ സമീപിക്കുന്നവരുമാണ്. പ്രിയപ്പെട്ടവരോട് അതീവ സ്നേഹവും വാത്സല്യവും കാണിക്കും. കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ എന്തിനും തയ്യാറാകും. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനും ഇവർക്ക് കഴിയും. ഭൂതകാല അനുഭവങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. പ്രത്യേകതകൾ നോക്കുമ്പോൾ ചിലപ്പോൾ അമിതമായി വൈകാരികമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് വിഷാദത്തിന് അടിമപ്പെടാം. നല്ല പാചകക്കാരായിരിക്കും. സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അമിതമായി വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കാതെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ ശ്രമിക്കണം. പഴയ കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പഠിക്കണം. ഓഗസ്റ്റിൽ ജനിക്കുന്നവർ ആത്മവിശ്വാസമുള്ളവരും ഉദാരമതികളും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. ഇവർ ശ്രദ്ധാകേന്ദ്രമാകാൻ ഇഷ്ടപ്പെടുന്നവരും ഊർജ്ജസ്വലരുമാണ്. പ്രധാന സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ ഉയർന്ന ആത്മവിശ്വാസമുള്ളവരും തങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നവരുമാണ്. ഉദാരമനസ്കരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമാണ്. സ്വാഭാവികമായ നേതൃഗുണമുള്ളവരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാണ്. എപ്പോഴും ചുറുചുറുക്കോടെയും ആവേശത്തോടെയും കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. മറ്റുള്ളവരെ ആകർഷിക്കാനും സ്വാധീനിക്കാനും ഇവർക്ക് കഴിവുണ്ട്. മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ കഴിവുള്ളവരാണ്. ചിലപ്പോൾ ഇവർ അഹങ്കാരികളായി തോന്നാം. ശ്രദ്ധാകേന്ദ്രമാകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. തമാശ പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വളരെ വിശ്വസ്തരായ സുഹൃത്തുക്കളുമായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ പഠിക്കണം. എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാകാനുള്ള ആഗ്രഹം ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. സെപ്റ്റംബറിൽ ജനിക്കുന്നവർ വിശകലന ശേഷിയുള്ളവരും ചിട്ടയുള്ളവരും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും. ഇവർ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും പൂർണ്ണതയിൽ വിശ്വസിക്കുന്നവരുമാണ്. പ്രധാന സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ളവരാണ്. കാര്യങ്ങൾ ചിട്ടയായും വൃത്തിയായും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരുമാണ്. ലക്ഷ്യബോധമുള്ളവരും അത് നേടിയെടുക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നവരുമാണ്. കാര്യങ്ങളെ വിവേകത്തോടെ സമീപിക്കുന്നവരും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്നവരുമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. പ്രത്യേകതകൾ നോക്കുമ്പോൾ ചിലപ്പോൾ അമിതമായി വിമർശനാത്മകമായ സമീപനം കാണിക്കാം. പൂർണ്ണത ആഗ്രഹിക്കുന്നവരായതിനാൽ ചിലപ്പോൾ സമ്മർദ്ദത്തിലായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും. പുതിയ അറിവ് നേടാൻ താല്പര്യമുണ്ടാകും. അമിതമായി വിമർശനം ഒഴിവാക്കാനും മറ്റുള്ളവരുടെ കുറവുകൾ അംഗീകരിക്കാനും പഠിക്കണം. പൂർണ്ണതയേക്കാൾ പ്രാധാന്യം സംതൃപ്തിയാണെന്ന് മനസ്സിലാക്കണം. ഒക്ടോബറിൽ ജനിക്കുന്നവർ സന്തുലിതാവസ്ഥ ആഗ്രഹിക്കുന്നവരും സൗന്ദര്യബോധമുള്ളവരും സാമൂഹിക ഇടപഴകൽ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇവർ നീതിബോധമുള്ളവരും സമാധാനപ്രിയരുമാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. കല, സൗന്ദര്യം, ഫാഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നല്ല അഭിരുചി ഉണ്ടാകും. ആളുകളുമായി ഇടപഴകാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. അനീതിക്കെതിരെ പോരാടാൻ മനസ്സുള്ളവരും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമാണ്. സംഘർഷങ്ങൾ ഒഴിവാക്കാനും സമാധാനം നിലനിർത്താനും ശ്രമിക്കുന്നവരാണ്. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. ചിലപ്പോൾ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാം. സൗന്ദര്യത്തിന് അമിത പ്രാധാന്യം നൽകാം. എളുപ്പത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവ് വളർത്താനും ശ്രമിക്കണം. മറ്റുള്ളവരെ സന്തോഷിക്കുന്നതിനപ്പുറം സ്വന്തം സന്തോഷത്തിന് പ്രാധാന്യം നൽകണം. നവംബറിൽ ജനിക്കുന്നവർ തീവ്രമായ വികാരങ്ങൾ ഉള്ളവരും നിഗൂഢ സ്വഭാവമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. ഇവർ കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരും ശക്തമായ വ്യക്തിത്വമുള്ളവരുമാണ്. കാര്യങ്ങളെ വളരെ തീവ്രമായി സമീപിക്കുന്നവരും വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നവരുമാണ്. ചിലപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിഗൂഢ സ്വഭാവം ഇവർക്കുണ്ടാവും. ഉറച്ച ലക്ഷ്യങ്ങളുള്ളവരും അത് നേടാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നവരുമാണ്. കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും കഴിയും. ഉയർന്ന ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഇവർക്കുണ്ടാവും. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിലൂടെ മുന്നോട്ട് പോകാനും കഴിവുള്ളവരാണ്. ചിലപ്പോൾ അമിതമായി സംശയരോഗം കാണിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമയില്ലാത്ത സ്വഭാവം കാണിക്കാം. രഹസ്യ സ്വഭാവമുള്ളവരായിരിക്കും.
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അമിതമായ സംശയരോഗം ഒഴിവാക്കാനും മറ്റുള്ളവരെ വിശ്വസിക്കാനും പഠിക്കണം. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഡിസംബറിൽ ജനിക്കുന്നവർ സാഹസികരും ശുഭാപ്തി വിശ്വാസമുള്ളവരും ഊർജ്ജസ്വലരുമായിരിക്കും. ഇവർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും സത്യസന്ധരുമാണ്. പ്രധാന സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ പുതിയ അനുഭവങ്ങൾക്കും സാഹസിക യാത്രകൾക്കും താല്പര്യമുണ്ടാകും. എപ്പോഴും നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും പോസിറ്റീവ് മനോഭാവമുള്ളവരുമാണ്. എപ്പോഴും ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്നവരും ആവേശമുള്ളവരുമാണ്. കാര്യങ്ങൾ തുറന്നു പറയുന്നവരും സത്യസന്ധരുമാണ്. തത്വചിന്താപരമായി ചിന്തിക്കുന്നവരും അറിവ് നേടാൻ താല്പര്യമുള്ളവരുമാണ്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിവുള്ളവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരുമാണ്. പ്രത്യേകതകൾ നോക്കുമ്പോൾ ചിലപ്പോൾ അക്ഷമ കാണിക്കാൻ സാധ്യതയുണ്ട്. അമിതമായി സംസാരിക്കുന്ന സ്വഭാവം കാണിക്കാം. യാത്ര ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. തമാശ പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അമിതമായ ആവേശം ചിലപ്പോൾ അശ്രദ്ധയ്ക്ക് കാരണമായേക്കാം. ക്ഷമയും കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് വളർത്തുന്നതും നല്ലതാണ്. ഓരോ മാസത്തിലും ജനിക്കുന്നവരുടെ സ്വഭാവ ഗുണങ്ങളെയും ഭാഗ്യങ്ങളെയും കുറിച്ച് നാം മനസ്സിലാക്കി. ഇത് കേവലം ഒരു പൊതുവായ നിരീക്ഷണം മാത്രമാണ്. ഓരോ വ്യക്തിയും തനതായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ്. ജനനമാസം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു ഘടകമാകാം. എന്നാൽ അതുമാത്രമാണ് എല്ലാമെന്ന് കരുതുന്നത് ശരിയല്ല. ഓരോ കുഞ്ഞും ഈ ലോകത്തിന് ഒരു സമ്മാനമാണ്. അവരുടെ ജനനമാസം ഒരു വഴികാട്ടി മാത്രമാണ്. അവരുടെ തനതായ കഴിവുകളെയും സ്വഭാവങ്ങളെയും മനസ്സിലാക്കി അവരെ നല്ല വ്യക്തികളാക്കി വളർത്താൻ നമുക്ക് ശ്രദ്ധിക്കാം. ഓരോ മാസത്തിലെയും പ്രത്യേകതകൾ മനസ്സിലാക്കി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് കരുതുന്നു.